പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല മണ്ണിലേക്ക് വിരുന്നു വന്ന മധുചന്ദ്രലേഖ അവളൻ മനസ്സിൽ തന്ത്രികൾ മീട്ടും വീണാഗായിക അവൾ വീണാഗായിക. നിന്റെ ആ ഈണവും താളവും ആ പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. നമ്മുടെ താളമൊക്കെ തെറ്റിയിട്ട് കാലം കുറെ ആയില്ലയോടാ. പിന്നെ ഒരു ഓളത്തിന് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്തോന്നോളം നല്ലൊരു ഓണമായിട്ട് എന്തെങ്കിലും ഒരു ഓണം ഇവിടെ ഉണ്ടോ? നമ്മുടെ ചെറുപ്പത്തിലായിരുന്നു ഓണമൊക്കെ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഓണം എന്താണെന്ന് വല്ലതും അറിയാവോ? ഇപ്പോഴത്തെ പിള്ളേർ നമ്മുടെ പ്രായം എത്തുമ്പോൾ അവരും പറയും ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഓണമായിരുന്നു ഓണം. ഓണവും വിഷുവും ക്രിസ്തുമസും ഒന്നും അല്ലടാ, നമ്മുടെ ആ പ്രായം അതിനായിരുന്നു സൗന്ദര്യം. എടാ താമരാക്ഷ, നിനക്ക് ഓർമ്മയുണ്ടോ ഇതുപോലൊരു ഉത്രാടത്തിന് നമ്മൾ അടിച്ച് കൊലച്ച് കിളിപ്പര ഷാപ്പിൽ കിടന്ന് അടിയുണ്ടാക്കിയത്? അതൊക്കെ മറക്കാൻ പറ്റുമോടാ? അന്ന് നമുക്കതൊരു 10-26 വയസ്സ് കാണും അല്ലേടാ വാസുകൂട്ടാ? ആ ഷാപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ കമ്പോളത്തിൽ ചെന്ന് പലചരക്കും പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പം അവിടെ അച്ചാറിടിയിലും വറക്കലുമായിട്ട് പെണ്ണുങ്ങൾ കിടന്നൊരു വിരകല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കടുങ്കാപ്പിയൊക്കെ കുടിച്ച് കൊരണ്ടിപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴോ പെരുപ്പിൻ്റെ പുറത്തൊരു കടുങ്കാപ്പിയും കൂടെ. ആഹാ! എടാ നീ ഇപ്പം അടിയും വലിയൊക്കെ ഉണ്ടോ? വലിയും തൊലിയും ഒന്നും ഇല്ലടാ, ഓർക്കുമ്പോഴേ പേടിയാ. അതെന്താ, നിനക്ക് പ്രഷറോ ഷുഗറോ വല്ലതും ഉണ്ടോ? എടാ എൻ്റെ തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ഒരു കൊച്ചുമൻ വീട്ടിലുള്ള കാര്യം നിനക്കറിയത്തില്ലേ? ആ കാവടിച്ചണ്ട് പോലെ മുടി വളർത്തിയവനാണ് ആ മഹാഭാവി. അവനൊരു പേപ്പറിൽ ചുരുട്ടി ഒരു സാധനം കൊണ്ട് കക്കൂസി വെച്ച് വല്ല ഫോറിൻ സിഗരറ്റ് ആണെന്നും കരുതി ഞാൻ കത്തിച്ചൊരു വലിയും വലിച്ചു. നിന്ന നിപ്പി എൻ്റെ കക്കൂസ് ഒരു രാജകൊട്ടാരമായിട്ടങ്ങ് മാറി. ഞാനിരിക്കുന്നത് രത്നങ്ങളും വൈരങ്ങളും ഒക്കെ പതിപ്പിച്ച ഒരു സിംഹാസനത്തിൻ്റെ പുറത്ത്. കഞ്ചാവായിരുന്നു? പിന്നല്ലാതെ 4 മണിക്കൂർ ഞാൻ അതിനകത്ത്. അവസാനം മോൻ വന്ന് കോട്ടവാതിൽ ചവിട്ടിപ്പൊളിച്ച് എന്നെ വലിച്ച് വെളിയിലിടുമായിരുന്നു. എന്നിട്ട് ബോധം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാനല്ല, ആ ചെറുക്കൻ കൊണ്ട് വെച്ചതാണ്. ആ കൊച്ചു മലനെ ഇള്ളാക്കുഞ്ഞ് കളിച്ച് അത് എൻ്റെ തലയെ കെട്ടിവെച്ചു. അങ്ങനെ 70ാമത്തെ വയസ്സിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഞാൻ കഞ്ചാവാടാ താമരാക്ഷ. കൊച്ചുമോനാന്നൊന്നും കരുതരുത്, ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ കൊടുക്കുക ചെയ്യട്ടെ. അവനെ പോലീസിൽ പിടിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ അകത്താവുമെന്ന് ഉറപ്പാണ്. അത്രയ്ക്ക് കാഞ്ഞ മോനാ അവൻ. അവനാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എടാ എൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെ. മോനും മരുമോളും എന്നെ കളവാന്നല്ലാതെ അച്ചാന്ന് വിളിച്ച കാലം പോലും മറന്നു. ചാകുന്നതിന് മുമ്പ് ഒരാഗ്രഹമേ ഉള്ളടാ, പഴയ പ്രതാപത്തിൽ കുടുംബത്തിലെ കാരണവരായി ഒരു ദിവസം ജീവിച്ചിരുന്നിട്ട് ചത്താലും. എടാ നമുക്ക് 2 അടിച്ചാലോ? 100 രൂപ ഉണ്ട് എൻ്റെ കയ്യിലും കൊണ്ട് 100. 200 രൂപയ്ക്ക് കോപ്പ് കിട്ടും. എടാ കരള് തന്ന ദൈവം കരള് കത്തിക്കാനുള്ള കള്ളും തരും. അപ്പറഞ്ഞത് ഞാൻ. സാധനം എന്തിയടാ? ശക്തിമാൻ ശക്തി 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 ശക്തിമാൻ ശക്തി 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 ശക്തിമാൻ. ഷെയർ തന്നിട്ട് സാധനത്തെ തൊട്ടേച്ചാ മതി. കാശെട് എന്നാ 1300 ഗുണമായി. 200 നിങ്ങൾക്കെല്ലാം 300 രൂപ ഷെയറും എനിക്ക് 500. ഇത് എവിടുത്തെ നിയമം? ഇയാള് 100 ഗുണമാ തന്നെ. ഇയാൾക്ക് ചിക്കൻ വേണം, പൊറോട്ട വേണം, അതും ഗോപിപ്പിള്ളയുടെ കടയിൽ തന്നെ വേണം. പുള്ളി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ പോകല്ല അങ്ങോട്ട് 2:45 ഇരിക്കുവായിരുന്നു. എൻ്റെ ബേക്കോ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു എച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്തോണ്ടല്ലേടാ, ഉള്ളപ്പം ഞാൻ തന്നിട്ടില്ലേ. പിന്നെ എനിക്ക് ഈ അച്ചാറ് കൂട്ടി നക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ പറങ്ങാട്ടിക്കറ പോലും ഇരിക്കുന്ന സാധനം ടച്ചിങ് പോലും ഇല്ലാതെ അടിച്ചിട്ടുണ്ട് ഞങ്ങൾ. എന്നിട്ട് പോച്ച പറിച്ച് തിന്നിട്ടുണ്ട് ഞങ്ങൾ. ചോദിക്കടാ, നീയൊക്കെ ചുമ്മാ കണാ പറയാതെ കാശിങ്ങോട്ട്. ഇന്ന് ഉത്രാടമാണ്.
എൻ്റെ കയ്യിലിരിക്കുന്ന കള്ള എന്നുള്ളൊരു ഓർമ്മ എല്ലാത്തിനും വേണം. എൻ്റെ പൊന്നളിയ സാധനം ഇടും 200 നാളെ ഞാൻ അങ്ങ് ടെസ്റ്റ് ചെയ്ത് തരാം. സാറ് ടെസ്റ്റ് ചെയ്ത് തന്ന കുറേ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുമോ? തനിക്ക് ഉളുപ്പുണ്ടോ നാരി? കാരണം അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയുക, കാശ് തന്നാൽ സാധനം ഞാൻ എടുക്കും, ഇല്ലെന്നുണ്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. ഞാൻ 200. ഏതായാലും മക്കൾ എടുത്തില്ലേ, അപ്പന്മാരുടെ തൊണ്ട നനയ്ക്കാൻ 2 ഇറ്റ് അത്രയും മതി. വേണ്ട വേണ്ട, അവസാനം നമുക്ക് എണ്ണിയാവും. അപ്പന്മാർ പോയി ചെല്ല്, വീട്ടിൽ പോയി വല്ല അറസ്റ്റോ കഷായം വല്ലതും പോയി കുടിക്കും. എടാ മക്കളെ അരിഷ്ടവും കഷായവും ഒക്കെ കുടിച്ച് നാക്ക് മരവിച്ചിരിക്കുകയാണ്. എടാ മക്കളെ, രസമുകളങ്ങളിൽ ഒരു ഉണർവേകാൻ അപ്പന്മാർ കുടിച്ചിട്ടാ. നീ ഇവിടെ വന്നു. ഈ പ്രായത്തിൽ അവർ എന്ത് പഠിക്കാൻ? ഓരോ അടപ്പ് സാധനം കൊടുത്ത് അട്ട ചുരുങ്ങോട്ട് ആ കാട്ടിലെല്ലാം കാണി ചുരുണ്ട് കിടന്നു. ഇവിടെ മണം അടിച്ച താഴെ പോകുന്ന ടീംസാ വേണം. അളി അതല്ലയോ നമുക്ക് ലാഭം. ആ എന്നാ വെള്ളമൊക്കെ നിങ്ങളുടെ ഒരു പരുവത്തിന് ഒഴിച്ചാൽ മതി. എന്താ ഇത് ഞങ്ങളുടെ കണ്ണിനകത്ത് ഒഴിക്കാനോ? വീട് അവിടെ ഒഴിക്കടാ വാസുകൂട്ട. കൊച്ചുകളെ വെള്ളം ചെന്നോ അതിനകത്തോട്ട് തളിക്കടാ. രണ്ടു തുള്ളി കള്ളിനകത്ത് ഒരു കുടം വെള്ളമെടുത്ത് ഒഴിച്ചു താണ്ടോ അവൻ കഥകളി കാണിക്കുന്ന കണ്ടോ? അടിക്കുന്നതൊക്കെ കൊള്ളാം. അടിച്ചിട്ട് പല പേമ്പിളാരും പറ്റുന്നുണ്ട് ഇവിടെ കിടന്ന് കരയോ പിഴിയോ വല്ലതും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ടോണം, അല്ല അടിച്ച് നാട് ഞാൻ കുടിക്കും. എന്ത് കാര്യം? പോടാവോ എന്തോ നോക്കിയിരിക്കുവാടാ, അടുത്ത വഴി. എന്താ അപ്പാ ഗ്യാപ്പൊക്കെ ഇട്ടടി. ഗ്യാപ്പിലടിക്കാൻ ഇതെന്താണ് ക്രിക്കറ്റ് കളിയാണോ? നീ ഒഴിക്കട വാസുക്കുട്ട. ഇന്നത്തെ പൂവെല്ലാം മുട്ടായി പോയല്ലോ, നാളത്തെ മാലയ്ക്കൊരു പൂതരാമോ. ഇതൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഓണപ്പാട്ടുകളൊക്കെ. അയ്യോ ചേട്ടാ ഇവർ ഇരിക്കുന്ന കണ്ടോടാ, അടിച്ച് പേരുത്ത് സെറ്റായിട്ട്. എടാ കൊച്ചനെ വീട്ടിൽ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കല്ലോ കേട്ടോ. മക്കളെ എല്ലാവരുടെയും പേരിപ്പൊക്കെ മാറിയിട്ട് വീട്ടിൽ പോകാം കേട്ടോ. എൻ്റെ പൊന്നുമക്കളെ വേണ്ടേ, അപ്പച്ചന്മാർക്ക് പേര് ദോഷമൊന്നും ഉണ്ടാക്കല്ലേ. ഞങ്ങൾ വീട്ടിലോട്ടൊന്ന് പോവുക. അയ്യോ ഇന്നത്തെ പൂവെല്ലാം മുട്ടായി പോയല്ലോ, നാളത്തെ മാലയ്ക്കൊരു പൂതരാമോ. നീ ശരിക്കും പെരുത്തോടോ? കോപ്പ് വരുത്തു. നീ പെരുത്തോ? പെരുത്തെന്നങ്ങ് വിചാരിച്ചു. ഇനി ഇവന്മാരാ വീട്ടിൽ ചെന്ന് നാശം വല്ലതും കാണിക്കൂ. ഇവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടായൊക്കെ ഉള്ളെന്ന് വീട്ടിൽ ചെന്ന 2 പൂച്ചകളാ. മക്കളെ പേടിയാ. എനിക്കറിയാന്നല്ലോ ഈ കാര്യം. അവന്റെ അച്ഛ വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടിയ ഒരു മംഗലം. തോന്നിവാസം കാണിക്കില്ല കേട്ടോ. അച്ഛനോ? നിന്റെ ഒരു തട്ടി പൊട്ടിയപ്പോ നീ എന്നെ അച്ഛാന്ന് വിളിച്ചല്ലോടാ. നീ നിന്റെ പെണ്ണുമുള്ള എന്നെ പരട്ടക്കളവെന്നല്ല വിളിച്ചിട്ടുള്ളത്. നാറി ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാട്ടോ. വല്ല വൃദ്ധസാധനത്തിൽ ഞാൻ കൊണ്ടുവിടും, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നീ എന്നെ കൊണ്ടൊന്ന് വൃദ്ധസാധനത്തിൽ തട്ടിയേച്ച് വരുമ്പോഴേ നിന്നെ അവിടെ ചേർക്കാനുള്ള ടിക്കറ്റ് നിന്റെ മോന്റെ പോക്കറ്റിൽ കാണും. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ടിക്കറ്റ് ഒന്നുമില്ല. അന്ത ഭയം വെറുക്കണം. ആണോടാ
ആരാടാ കക്കൂസി കഞ്ചാവ് കൊണ്ടുവച്ചത്? നിന്റെ തന്തയും തള്ളയും വരുമ്പോ പറയോ? മര്യാദക്ക് മുടിയും വെട്ടി നടക്കാമോ നിനക്ക്? ഹലോ വാസുക്കുട്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അണ്ടർ മൈ കൺട്രോൾ. പിന്നെ നിന്റെ കാര്യം അങ്ങനെ അവിടുത്തെ? ഇവിടെ കംപ്ലീറ്റ് അണ്ടർ കൺട്രോൾ. അപ്പൊ ചത്തില്ലെങ്കിൽ നാളെ കാണാം. ഓക്കെ താമരാഷ, ഹാപ്പി ഓണം. ഓവർ. അപ്പൊ ഹാപ്പി ഓണം. ഓവർ.